നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ലോകം മുഴുവൻ പരിസ്ഥിതി ദിനമായി ആചരിച്ചു തുടങ്ങിയതിൻ്റെ 50ാമത് വാർഷിക ദിനമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ നേച്ചർ ക്ലബ് വേൾഡ് വൈഡിൻ്റെ ചെയർമാൻ ശ്രീ BS ബാലചന്ദ്രൻ. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പ്രേക്ഷകർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. സർ, നമുക്കറിയാം നമ്മെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. എങ്കിൽ പോലും ഈ ഓരോ വർഷവും പരിസ്ഥിതി ദിനം കടന്നു പോകുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രകൃതിയോട് അല്ലെങ്കിൽ പരിസ്ഥിതിയോട് നീതി പുലർത്തുന്നു എന്ന് നമുക്കൊരു അവലോകനം നടത്തുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? ഈ സൗമ്യ പറഞ്ഞതുമാതിരി പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്നത് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റേണ്ടതാണ്. എല്ലാവരുടെ ദൗത്യമാണ്. ഇതേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ മാത്രം ഒരു കാര്യമല്ല. ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടകരമായി മാറുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടി ആചരിക്കുവാൻ തീരുമാനിച്ചത്. വാസ്തവത്തിൽ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് ശേഷമാണ് ലോകമെമ്പാടും തന്നെ പരിസ്ഥിതി വിഷയങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുവാനും വിലയിരുത്തുവാനും തുടങ്ങിയത്. ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം അന്താരാഷ്ട്ര സമ്മേളനങ്ങളായാലും ദേശീയ സമ്മേളനങ്ങളായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നായി മാറി കാലാവസ്ഥാ വ്യതിയാനം. നമ്മുടെ നിയന്ത്രണത്തിനും സങ്കല്പത്തിനും അപ്പുറമായി കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അപകടകരമായ നിലയിലേക്കാണ്. കൊടും താപത്താലും കൊടും തണുപ്പിലും ആളുകൾ മരിക്കുന്നതിൻ്റെ എണ്ണം കൂടി വരികയാണ്. സൂര്യാഘാതമേറ്റ് മരിച്ചു എന്ന് പറയുന്ന വാർത്ത ഇന്ന് സാർവത്രികമാണ്. 45, 50, 55, 60 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുകയും ആളുകൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽപ്പെട്ടുപോവുകയും മരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ദേഹം പൊള്ളുക എന്ന് പറയുന്നത് ഒരു പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അപകടകരമായ അവസ്ഥ. ഈ ഒരു അവസ്ഥ മുമ്പ് നാം നേരിട്ടിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ 2-3 ദശകത്തിനുള്ളിൽ മാത്രം സംഭവിച്ച ഒരു വലിയ മാറ്റമാണ് ഭാരതത്തിൽ. പ്രത്യേകിച്ച് ലോകത്തും ഈ വിധം മാറ്റങ്ങൾ ഏറെയാണ്. ഇവിടെയാണ് നാം എന്ത് ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ നിർദ്ദേശമാണ് പരിസ്ഥിതി ആചരണ പരിപാടിയിലൂടെ ലോകത്തിന് മുന്നിൽ അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. സർ, ഇന്നത്തെ ഈ ഒരു ദിനത്തിൻ്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു പ്രമേയം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നേരിൽ കണ്ടുകൊണ്ട് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടുമാണല്ലോ ഈ വർഷത്തെ ഒരു പ്രമേയം വന്നിരിക്കുന്നത് തന്നെ, അല്ലേ? അതെ. അതിനകത്ത് ഈ പ്രമേയം നമ്മൾ ഏറ്റെടുക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇതൊക്കെ ഒരു ദിവസത്തെ മാത്രം വിഷയമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇപ്പോൾ നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഈ അന്താരാഷ്ട്ര സംഘടന വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തതിനെടുത്ത അതിനുശേഷം എടുത്ത തീരുമാനമാണ് നമ്മുടെ പശ്ചിമഘട്ട മേഖലയെ സംരക്ഷിക്കുക എന്നുള്ളത്. ലോകത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒന്നാണ് വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ട മേഖല. ഇത് നമ്മുടെ സംസ്ഥാനം പശ്ചിമഘട്ട മേഖലയാണ്. പശ്ചിമഘട്ട മേഖലയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. കാരണം ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായി മാറുന്നു പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം എന്ന് പറയാൻ കാരണം പശ്ചിമഘട്ട മേഖലയിലെ പല ഇടങ്ങളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. വളരെ ഗൗരവപൂർവ്വം സംരക്ഷിക്കേണ്ട ഭൂപ്രദേശമാണ്. നമ്മുടെ പർവ്വതങ്ങളും നമ്മുടെ പുഴകളും നമ്മുടെ കുളങ്ങളും നമ്മുടെ കായലുമൊക്കെ നാം അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയും നമ്മുടെ വനവും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പാകപ്പിഴകൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക മാറ്റവും ഈ പശ്ചിമഘട്ട മേഖലയിൽ വളരെ അപകടകരമായ നിലയിൽ വന്നു ഭവിച്ചിരിക്കുന്നു. ഈ അവസ്ഥ ലോകത്തിന് മുന്നിൽ തന്നെ ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. പല ആവാസ വ്യവസ്ഥകളും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ലോകത്തെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ആഗോള പ്രസ്ഥാനങ്ങൾ പറയുന്നത് വെസ്റ്റേൺ ഗാട്ട് ഡെവലപ്മെൻറ്റ്, വെസ്റ്റേൺ ഗാട്ട് സംരക്ഷണം, പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുക എന്നുള്ളത്. ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ആളുകളും, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ ആളുകളും തന്നെ ഇക്കാര്യത്തിൽ ബോധമുള്ളവരായി മാറണമെന്നുള്ളതാണ്. കാരണം നമ്മുടെ നാടിനെ നാം സംരക്ഷിച്ചില്ല എങ്കിൽ
വരും തലമുറയ്ക്ക് കൈമാറുവാൻ നമ്മുടെ നാടുണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ്. അതെ, നമ്മുടെ ഭാവി തന്നെ നിലനിൽക്കുന്നത് ഈ പരിസ്ഥിതി സംരക്ഷണത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, മരുവൽക്കരണം തടയുക, വരൾച്ച നേരിടുക തുടങ്ങിയ ആശയങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പശ്ചിമഘട്ട മേഖല നേരിടുന്ന ഒരു വലിയ പ്രശ്നം, ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും, ഭൗമശാസ്ത്രജ്ഞന്മാർ കാണിച്ചതാണ്. നമ്മുടെ സൗത്ത് ആഫ്രിക്ക രണ്ടാവുകയാണ്. സൗത്ത് ആഫ്രിക്ക രണ്ടായി അതിൻ്റെ ഒരു ഭാഗം നേരെ ഒഴുകി വന്ന് ചേരുന്നത് പശ്ചിമഘട്ട മേഖലയിലേക്കാണ്. ഈ പശ്ചിമഘട്ട മേഖലയിലേക്ക് വന്നു ചേരുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ മുഴുവൻ തന്നെ മഞ്ഞ് പ്രദേശമായി മാറും. ഇവിടുത്തെ ആവാസ വ്യവസ്ഥ മുഴുവൻ തകരും. ആരും ഒന്നും കാണത്തില്ല. മുഴുവൻ മഞ്ഞിൽ മൂടിയ ഭൂപ്രദേശമായി മാറും. കാരണം മനുഷ്യനും ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ. കാരണം ഈ വിധത്തിലുള്ള മാറ്റം പ്രകൃതിയിൽ സംഭവിക്കുമെന്നുള്ള ഭയത്തിലാണ് നാം ഇന്ന്. കാരണം ഇത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവില്ല. കാരണം നമുക്കറിയില്ലല്ലോ സുനാമി എന്നുണ്ടാവുമെന്ന് ആരെങ്കിലും പ്രവചിച്ചിരുന്നോ? സുനാമി ഓർക്കാപ്പുറത്തൊരു പ്രഹരമായിരുന്നല്ലോ. ബീച്ചിൽ തിരമാലകളെ കണ്ട് ആസ്വദിച്ചിരുന്ന ആളുകൾ മുഴുവൻ സുനാമി വന്നപ്പോൾ ഒലിച്ചു പോയില്ലേ? എത്ര ആയിരക്കണക്കിന് ആളുകളാണ് സുനാമിയിൽപ്പെട്ട് കടലിൽ പോയത്? ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ലല്ലോ. അവരുടെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് അറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയില്ലേ? അപ്പോൾ ഈ സുനാമി വന്നത് നേരത്തെ മുന്നറിയിപ്പില്ലാതെ വന്ന ഒരു കാര്യമാണ്. പക്ഷേ സുനാമി വരുന്നതിന് മുമ്പേ പ്രകൃതി ചില ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. പക്ഷേ ആ ലക്ഷണങ്ങൾ നമ്മുടെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ ആളുകൾക്കുള്ള അറിവിൻ്റെ അഭാവമാണ് ആ സുനാമി വന്ന സമയത്ത് കടൽ ഉൾവലിഞ്ഞപ്പോൾ നാം കരയിലുണ്ടായിരുന്ന ആളുകൾ ദൂരെ മാറിപ്പോകാതിരുന്നതും അല്ലെങ്കിൽ അതിൽ നിന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കാതിരുന്നത്. വളരെ പെട്ടെന്ന് ഉൾവലിഞ്ഞു പോയ കടലിൽ തിരിച്ച് എത്രയോ ഇരട്ടി ശക്തിയായി തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതുപോലുള്ള അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏത് സമയവും എപ്പോൾ ഉണ്ടാകുമെന്ന് നമുക്കിത് പ്രവചിക്കാനാവില്ല. അവിടെയാണ് ഈ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക രണ്ടായി ഇന്ത്യയിലേക്ക്, നമ്മുടെ പശ്ചിമഘട്ട മേഖലയിലേക്ക് വന്നു ചേരുമെന്നുള്ള പ്രവചനം എപ്പോൾ സംഭവിക്കുമെന്ന് ഇന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ 50-ാം വാർഷികം നമ്മൾ ലോകത്ത് ആചരിക്കുന്നുവെങ്കിൽ തന്നെയും നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്ന് ഈ ഒരു വെല്ലുവിളിയാണ്. കാലാവസ്ഥാ വ്യതിയാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ വലിയ വെല്ലുവിളിയാണ്. വളരെ പ്രവചനാതീതമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കാലാവസ്ഥ. പ്രത്യേകിച്ച് കേരളത്തിലെ കടുത്ത വേനൽ, അതായത് വേനൽക്കാലം വളരെ ചുരുങ്ങിയ കാലത്താണെങ്കിൽ പോലും വളരെ കടുത്ത വേനൽ നേരിടുന്നു. മഴയാണെങ്കിൽ അതിവൃഷ്ടി നേരിടുന്നു. ഇത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മനുഷ്യരുടെ പ്രവൃത്തിക്ക് പ്രകൃതി നൽകുന്ന ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിതെല്ലാം ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ കാണേണ്ടത്, അല്ലേ? അപ്പോൾ ഈ ദുരന്തങ്ങൾ എന്തായാലും ഇനി ആവർത്തിക്കുമ്പോൾ അതിനെ നമുക്ക് ലഘൂകരിക്കാനോ അല്ലെങ്കിൽ നേരിടാനോ ഒക്കെയുള്ളൊരു നമ്മൾ സജ്ജരായിട്ടിരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പ്രമേയം പാസ്സാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ. പ്രസംഗിച്ചതുകൊണ്ട് ജാഥ നടത്തിയുകൊണ്ട് കാര്യമില്ല. നാം പ്രകൃതിയെ കാത്ത് രക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ തോന്നിയതുപോലുള്ള മരങ്ങൾ വെട്ടി നശിപ്പിച്ചത്, പച്ചപ്പ് നശിപ്പിച്ചത്, ഭൂമിയെ നാം അലക്ഷ്യമായി കൈകാര്യം ചെയ്തത്, ഇതൊക്കെ അപകടകരമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു കയറണം. നമ്മൾ ഫോറസ്ട്രി പ്രോഗ്രാം എന്ന് പറയുന്നത്, വനവൽക്കരണം അല്ലെങ്കിൽ മരം വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് കേവലം ആഘോഷ പരിപാടിയല്ല. സാർവത്രികമായി ഒരു ഭൂപ്രദേശം പോലും പച്ചപ്പില്ലാതെ അല്ലെങ്കിൽ മരത്തിൻ്റെ വേരുകൾ ഓടാത്തതായി ഒരു ഭൂപ്രദേശവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കണം. മരത്തിൻ്റെ വേര് എന്തിനാണ് ഓടുന്നതെന്ന് കേട്ടാൽ ആ മരത്തിൻ്റെ വേരുകൾ, ചെടിയുടെ വേരുകൾ ഓടുമ്പോൾ ഭൂമിയിലെ മണ്ണുകൾ പിടിച്ചു നിൽക്കും. ആ നിലയിൽ നാം വ്യാപകമായി മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ശ്രമം വളരെ വലിയ തോതിൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നാം മലിനമാക്കിയ നമ്മുടെ പുഴകളും കായലും കുളങ്ങളും നാം രക്ഷിച്ചേ മതിയാവും. മുമ്പറിയാലോ ഈ പുഴയിലെ വെള്ളമാണ് നമ്മുടെ ആളുകൾ കുടിക്കുന്നത്. ഇപ്പോൾ വെള്ളം ആ പുഴയിൽ പണ്ട് കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന പുഴകളിലെ വെള്ളത്തിൽ കുളിക്കാൻ പോലും ഇപ്പോൾ ബുദ്ധിമുട്ടല്ലേ? ശുദ്ധജലത്തിന്റെ ലഭ്യത വരെ കുറഞ്ഞിരിക്കുന്നു. കുളിക്കാൻ പോലും ബുദ്ധിമുട്ട്. ഏതെങ്കിലും നമുക്ക് കായലിൽ ഇന്ന് കുളിക്കാൻ പറ്റുമോ? എല്ലാ കായലുകളും എന്ത് അപകടകരമായ അവസ്ഥയിലാണ്. ശാസ്താംകോട്ട കായലിലെ വെള്ളം ശുദ്ധജല തടാകമാണ്. ആ ജലമാണ് ആ ഭൂപ്രദേശത്ത് ആളുകൾക്ക് കുടിക്കാൻ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്നുണ്ടോ? ശാസ്താംകോട്ട കായലിലെ ജലം പോലും മലിനമായി. നമ്മുടെ എല്ലാ കായലിലെയും ജലം മലിനമാണ്. ആ കായലിലേക്ക് ഒഴുക്കി വിടുന്ന മാലിന്യങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് പോകുന്നത്. വാസ്തവത്തിൽ നമ്മുടെ 44 നദികളാണ് ഈ നാട്ടിലുള്ളത്, ഈ പശ്ചിമഘട്ട മേഖലയിലുള്ളത്.
ഈ 44 നദികൾ എന്ന് രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമായി ഏറ്റെടുക്കണ്ടേ? അതെ, പല ഒരു പ്രധാന വിഷയമല്ലേ ഈ നദികളുടെ സംരക്ഷണം എന്ന് പറയുന്നത്? നമുക്കറിയില്ല, ഭാരതപ്പുഴയെക്കുറിച്ച് നമ്മളെല്ലാം പഠിച്ചിട്ടില്ലേ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്. ഭാരതപ്പുഴയിൽ എപ്പോഴാണ് വെള്ളമുള്ളത്? ഭാരതപ്പുഴ എപ്പോഴും വറ്റി വരണ്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നാറില്ലേ? നമ്മൾ ഈ നദികൾ രക്ഷിക്കുവാനുള്ള കർമ്മപരിപാടി, നദികൾ ഓരോന്നും രക്ഷിക്കാനുള്ള കർമ്മപരിപാടി, അതുപോലെ കുളങ്ങൾ ഓരോന്നും സംരക്ഷിക്കുക. കുളങ്ങൾ എവിടെ ഉണ്ടായത്? കുളങ്ങൾ നമ്മുടെ വാസ്തവത്തിൽ ചതുപ്പ് ഭൂപ്രദേശങ്ങളിൽ ഈ വെള്ളം കെട്ടി നിൽക്കാൻ അവസരമുണ്ടായ ഇടങ്ങളിലാണ് കുളങ്ങൾ രൂപപ്പെട്ടു വന്നത്. ആ കുളങ്ങൾ കുറേ അധികം മൂടി, ആ കുളങ്ങൾ നികത്തി അതിൻ്റെതായ തകരാറുകളുണ്ട്. പക്ഷേ നമ്മൾ ആ കുളങ്ങൾ സംരക്ഷിക്കുകയും ആ കുളങ്ങളിലെ ജലം നല്ലതായിരിക്കാനും ശുദ്ധജലമാക്കി നിർത്തുവാനും കഴിയുന്ന എന്തെങ്കിലും നടപടി നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടോ? പല രീതിയിലും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, നമ്മുടെ പല തോടുകളും ഇപ്പോൾ റോഡുകളായി മാറിയിരിക്കുകയാണ്. റോഡുകളായി മാറി. അതുപോലെ തന്നെ നദികളൊക്കെ തോടുകളായി ഇല്ലേ? വലിയ നദികൾ, നമുക്ക് വലിയ നദി എന്ന് പറയുന്നത് എല്ലാ നദികളും ഇപ്പോൾ തോടുകളുടെ രൂപത്തിലാണ്. നദികൾ ഉൾക്കൊള്ളുന്ന ജലത്തിന്റെ അളവും വളരെ കുറവാണ്. ഒരു മഴ പെയ്താൽ പെട്ടെന്ന് ഒലിച്ചെല്ലാം കടലിലേക്ക് പോവുകയാണ്. കാരണം വെള്ളം തടഞ്ഞു നിർത്തുന്നതിനും വെള്ളത്തെ മാനേജ് ചെയ്യുന്നതിനുമായി ഒരു സംവിധാനം. ഗൗരവപൂർവ്വം ഒരു നദിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനും ചിന്തിക്കാനും നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ ശാസ്ത്ര സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഓരോ നദികളും സംരക്ഷിച്ചാൽ അതുമായി ഉണ്ടാക്കാൻ കഴിയുന്ന വരുമാനം തന്നെ വരുമാന വർധനവിന്, അവിടെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന എംപ്ലോയ്മെൻറ്റിന് വളരെ കൂടുതലാണ്. ഇതൊന്നും ഗൗരവപൂർവ്വം നാം കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രകൃതി വിഭവങ്ങൾ കൊള്ള ചെയ്യുകയല്ല, പ്രകൃതി വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വഴി നമുക്ക് അഡീഷണൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കാം, ധാരാളം തൊഴിലവസരം ഉണ്ടാക്കാം, ആളുകൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാം, ആവാസ വ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും. ഈ പ്രകൃതിയെ നന്നായി കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആവാസ വ്യവസ്ഥ മെച്ചപ്പെട്ടു വരും. ആ ആവാസ വ്യവസ്ഥയ്ക്ക് പകരം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ആവാസ വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അതെ, നമ്മുടെ ഇന്നത്തെ ഈ പ്രമേയത്തിൻ്റെ ഒരു പ്രധാന വിഷയം മരുവൽക്കരണം തടയൽ എന്നുള്ളതാണ്. നമുക്ക് അതിനെ പുനഃസ്ഥാപിക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു ഗൗരവമേറിയ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പല കൃഷിയോഗ്യമായിട്ടുള്ള പല ഭൂമികളും ഇപ്പോൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ ജൈവാവസ്ഥ നഷ്ടപ്പെട്ടു. ആ ജൈവാവസ്ഥ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഭൂമിയെ പുനർജനിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു വലിയ വിഷയമാണ്. കാരണം ഇവിടെ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആളുകൾ അതിനെക്കുറിച്ച് കുറച്ച് ബോധവാന്മാരാണ്. കാരണം ഈ രാസവള പ്രയോഗത്തിലൂടെ നമ്മുടെ ഭൂമിയുടെ ജൈവാവസ്ഥ നഷ്ടപ്പെടുത്തി. കാരണം തോന്നിയതുപോലെ കൃഷിക്ക് വേണ്ടി രാസവളങ്ങൾ പ്രയോഗിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ഭൂമിയുടെ ഒരു ജൈവാവസ്ഥ നഷ്ടപ്പെട്ടതുകൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ ഉൽപ്പാദന പ്രക്രിയ വളരെ ഗുരുതരമായി ബാധിച്ചു. അവിടെ അധികം ഉൽപ്പാദനം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഭൂമിയൊക്കെ മരണപ്പെട്ടു എന്ന നിലയിൽ പറയുന്ന നിലയിലായി. അവിടെ വീണ്ടും നമുക്ക് ഈ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയും, ഒരു പാർട്ടിസിപ്പേറ്ററി ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെയുണ്ട്. ഈ ജൈവാവസ്ഥ വീണ്ടെടുക്കുവാൻ നമുക്ക് അറിയുന്ന സാങ്കേതികമായ നാട്ടിലെ അറിവും പുതിയ സാങ്കേതിക അറിവും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് അതത് പ്രദേശത്തെ ഭൂമിയെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത്, ജൈവാവസ്ഥ വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. ജൈവാവസ്ഥ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് കുറേ നമ്മൾ പച്ചിലകൾ കൊണ്ടിട്ടത് കൊണ്ട് ജൈവാവസ്ഥ ആവത്തില്ല. അത് കൈകാര്യം ചെയ്ത് ആ ഭൂമിയെ വീണ്ടെടുക്കാൻ പറ്റും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഈ ഭാരതീയ സമാജത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരിക്കൽ കോട്ടയത്ത് ഏറ്റുമാനൂർ പഞ്ചായത്തിൽ ഈ അവസ്ഥയിൽ ഒരു പഞ്ചായത്തിൽ ഒരു ഭൂപ്രദേശം ഈ ജൈവാവസ്ഥ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ പങ്കെടുത്തോട് ചെയ്തു. എനിക്കൊരു കേരളത്തിൽ ആദ്യമായി ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. 10-25 വർഷം മുമ്പാണ് അത് ആരംഭിക്കുമ്പോൾ. അവിടെ ആളുകൾക്ക് ആദ്യം അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനോട് അവർക്കത് പൊരുത്തപ്പെട്ട് വന്നപ്പോൾ അവിടെ ആളുകൾ അത് സ്വയം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അവിടെ ഉൽപ്പാദന പ്രക്രിയയിൽ അവർ ഇതൊരു ശീലമാക്കി മാറ്റുകയും തന്നെ കൂടുതൽ നല്ല വിളകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ചിന്തയിലേക്ക് അവരുടെ കൃഷി രീതി മാറി എന്നുള്ളതാണ്. അത് ആളുകൾ സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ ഭൂമിയെ ജൈവാവസ്ഥ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നാം നന്നായി ചെയ്യുകയാണെങ്കിൽ പൊതുസമൂഹം ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. ആ പൊതുസമൂഹത്തിന് വേണ്ടുന്ന പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കാൻ തയ്യാറായാൽ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ നിലയിൽ ഭൂമിയെ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയെ വീണ്ടെടുക്കാൻ പറ്റും. നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ആ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ആ ജൈവാവസ്ഥ നഷ്ടപ്പെടും. ആ ജൈവാവസ്ഥ വീണ്ടെടുക്കാൻ കഴിയും. ആ ജൈവാവസ്ഥ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ദൗത്യമാണ്. അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കാർഷിക രംഗം പരിശോധിച്ചാൽ ഇസ്രയേലും ജപ്പാനുമായിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്താൽ നമ്മുടെ ഇവിടുത്തെ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന എംപ്ലോയ്മെൻറ്റും വരുമാനവും എന്ന് പറയുന്നത് വളരെ കുറവാണ്. 100 ഹെക്ടർ ഭൂമിയിൽ നമ്മുടെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് വെറും
40 താഴെ മാത്രമാണ്. ഇസ്രയേലൊക്കെ ആണെങ്കിൽ 250 270 പേരാണ്. ജപ്പാനിലും അതുപോലെയാണ്, 260 ആളുകളാണ് ഒരു ആ ഭൂപ്രദേശം, ഒരു 100 ഹെക്ടർ ഭൂമിയുടെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത്. നമ്മളിവിടെ 100 ഹെക്ടർ ഭൂമിയുടെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് 40 താഴെയാണ്. ഇതൊരു 80 ആക്കാൻ പറ്റിയാൽ നമ്മുടെ ഇവിടെ എന്ത് അധിക എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും, എത്ര അധികം ജോലി ഉണ്ടാക്കാൻ പറ്റും. ഇത് ഭൂവിനിയോഗ രീതിയിൽ നാം പുതിയ പാഠങ്ങൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ആ പുതിയ പാഠങ്ങൾ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന നിലയിൽ ഓർഗാനിക് ജൈവ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ജൈവ മേഖലയിൽ നിന്ന് വ്യതിചലിക്കാതെ പ്രകൃതി സംരക്ഷണത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഭൂവിനിയോഗ രീതി ഇവിടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് താഴെത്തട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, രാജേന്ദ്രൻ നായർ തലശ്ശേരിന്ന് വിളിക്കുകയാണ്. ഓക്കെ, ചോദിച്ചോളൂ. പിന്നെ ഞങ്ങളെ ഈ കേരളത്തില് ഏത് മരം മുറിക്കാനും ആരുടെയും പെർമിഷൻ വേണ്ട. ആക്ച്വലി അത് വിത്തൗട്ട് പെർമിഷൻ ഞങ്ങളെ മുറിക്കുന്നതിന് നല്ലത് അത് മുനിസിപ്പാലിറ്റിയുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ മാത്രം എടുത്തിട്ട് മാത്രമേ ഏത് മരം മുറിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല സാറേ. മരങ്ങൾ മുറിക്കുന്നതിനെ കുറിച്ച് തന്നെ നമ്മളിപ്പോൾ ആവേശം കൊള്ളുന്നത്. നമ്മൾ മരം വെച്ചുപിടിപ്പിക്കുക. നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് ആദ്യം മരം വെച്ചുപിടിപ്പിക്കൽ നടക്കട്ടെ, എന്നിട്ട് നമ്മൾ മരം മുറിക്കുന്നതിനെ കുറിച്ച് അപ്പോൾ ആലോചിക്കാം. ഇപ്പോൾ മരം വെച്ചുപിടിപ്പിക്കൽ നടക്കാം. ഇന്നിപ്പോൾ അന്നത്തെ പ്രധാന വിഷയം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ്, മരങ്ങൾ മുറിക്കുന്നതിനെ കുറിച്ചല്ല. പക്ഷെ മരം മുറിക്കാൻ അത് ഇപ്പോഴും ഏത് മരം എപ്പോഴും വേണമെങ്കിലും മുറിക്കാനുള്ള ഒരു പെർമിഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ കേരളത്തിൽ മുറിക്കാനുള്ള അധികാരം ഉണ്ട്. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ കുറെ മരം ഞങ്ങൾ നിലനിൽക്കില്ല സാറേ. ഉറപ്പായിട്ടും മരങ്ങൾ മുറിക്കാനുള്ള ഈ തോന്നിയതുപോലെ മുറിക്കാൻ അനുവദിക്കാതിരുന്നാൽ മതി. അതൊരു വലിയ നല്ല കാര്യമാണ്, നല്ല നിർദ്ദേശമാണ്, അത് നല്ല കാര്യമാണത്. അതെ, ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. ശരി സാർ, ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള, അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള മരങ്ങൾ തന്നെ വെച്ച് പിടിപ്പിക്കുന്നത് തന്നെയല്ലേ കൂടുതൽ നല്ലത്. മാത്രമല്ല അതിലേ വളർന്നു വരത്തുള്ളൂ. നഗരപ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഈ മരങ്ങൾ വനവൽക്കരണം നടത്തുക അല്ലെങ്കിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു പ്രായോഗികത അത് നമുക്ക് എത്രത്തോളം സ്വീകാര്യമായിരിക്കും? അല്ല, അതത് ഒരു അടിസ്ഥാനപരമായ ഒരു ഭൗമശാസ്ത്രമുണ്ട്. കാരണം ഓരോ ഭൂപ്രദേശത്തിനും ഇണങ്ങിയ സസ്യജാലങ്ങൾ മാത്രമേ അവിടെ വളർന്നു വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വളർന്നു വരും. പിന്നെ ഇതിനകത്ത് ഒരു ആക്ഷേപമുള്ളത്, നമ്മളിവിടെ യൂക്കാലിപ്റ്റസ് വെച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ അക്കേഷ്യ വെച്ച് പിടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാപകമായ ആക്ഷേപമുള്ള കാലഘട്ടമാണ്. ഈ അക്കേഷ്യ 250-250 മോഡലുകളുണ്ട്. 1982 കാലഘട്ടത്തിൽ, 82, 83, 84 കാലഘട്ടത്തിലാണ് കേരളത്തിൽ സാർവത്രികമായി അക്കേഷ്യ വെച്ച് പിടിപ്പിക്കപ്പെട്ടത്. പരിതനായ മന്ത്രി ശ്രീ KP നൂറുദ്ദീൻ കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് സോഷ്യൽ ഫോറസ്ട്രി പ്രോഗ്രാം, അന്ന് സാമൂഹ്യ വനവൽക്കരണ പരിപാടി നടപ്പിലാക്കുന്ന സമയത്താണ് അത് ചെയ്തത്. അന്ന് കേരളത്തിലെ ഈ മൊട്ടക്കുന്നുകളും നമ്മുടെ റോഡിൻ്റെ ഇരുവശവും റെയിൽവേയുടെ ഇരുവശവും ഒക്കെ തന്നെ ഇന്ന് കാണുന്ന പച്ചപ്പ് അന്ന് ഉണ്ടാക്കിയെടുക്കാൻ KP നൂറുദ്ദീൻ്റെ കാലത്ത് എടുത്ത ഇനിഷ്യേറ്റീവാണ്. അത് ഒരു വളരെ വലിയ മൂവ്മെൻറ്റായി. അന്ന് അക്കേഷ്യയാണ് വ്യാപകമായി വെച്ചുപിടിപ്പിച്ചത്. പക്ഷേ അന്ന് തിരഞ്ഞെടുത്ത അക്കേഷ്യയെക്കുറിച്ച് ഞങ്ങളന്ന് സംശയം ഉന്നയിച്ചു. ആ സംശയം ഉന്നയിച്ചപ്പോൾ അന്ന് അവരത് ബോധ്യപ്പെടുത്തിയത്, ഈ അക്കേഷ്യ ഇപ്പോൾ വെച്ചുപിടിപ്പിക്കുന്ന അക്കേഷ്യ പൊതുവിൽ പറയപ്പെടുന്നത് പോലുള്ള ഈ അപകടകാരി അല്ല എന്ന നിലയിലുള്ള ഒരു നിർദ്ദേശവും ഒരു വിശദീകരണമാണ് അന്ന് കിട്ടിയത്. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പച്ചപ്പ് മാറാൻ പെട്ടെന്നൊരു ഇറച്ചിക്കോഴി വളർത്തുന്നത് പോലെ ആവശ്യത്തിന് വിറകിൻ്റെ ആവശ്യത്തിനും മറ്റത്യാവശ്യങ്ങൾക്ക് വേണ്ടിയും മരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന നിലയിലാണ് ഈ അക്കേഷ്യ പ്രചരിപ്പിക്കുന്നതെന്നാണ് അന്ന് അവർ പറഞ്ഞത്. അന്ന് വ്യാപകമായി വെച്ച് പിടിപ്പിക്കപ്പെട്ടു. അത് കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു പച്ചപ്പുണ്ട്, വലിയൊരു ഗ്രീനിങ് എന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെ നോക്കിയാലും ഒരു പച്ചപ്പിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആ വനവൽക്കരണത്തിനാണ് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു മരവും വെച്ചുപിടിപ്പിക്കപ്പെട്ട എല്ലാ മരത്തിനും എതിരായുള്ള സംസാരം നടത്തുന്ന രീതിയുമുണ്ട്. പക്ഷേ മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം. നമുക്ക് പുന്നയും പിലാവും മാവും മാത്രമേ വളർത്താൻ പറ്റൂ എന്ന് പറയുന്ന രീതിയും ചിലർ പറയാറുണ്ട്. പക്ഷേ അതല്ല, നമുക്കിവിടെ വളർത്താൻ കഴിയുന്ന മരങ്ങൾ, ഇവിടെ സ്വന്തമായി കേരളത്തിലുള്ള മരങ്ങൾ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് മരങ്ങളില്ല. നമ്മളിവിടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന മരങ്ങൾ ഏതായാലും ആ മരങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നാം തയ്യാറാവണം. അപകടകാരിയല്ലാത്ത എല്ലാ മരങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണ്. ആ മരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ആ മരങ്ങളിലൂടെ ലഭിക്കുന്ന വെറും ഇത് തടി മാത്രമല്ല, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത്, മരമല്ലേ നമുക്ക് ഓക്സിജൻ തരുന്നത്. എത്ര ട്രില്യൺ ടൺ ഓക്സിജനാണ് മരങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ ഓക്സിജൻ നല്ല ശുദ്ധമായി ശ്വസിക്കാനുള്ള
മനുഷ്യൻ്റെ അവസ്ഥ നിലനിർത്തി തരുന്നത് മരങ്ങളാണ്. വെജിറ്റേഷൻ, നമുക്ക് വെജിറ്റേഷൻ മരങ്ങളിൽ നിന്നും കടലിൽ നിന്നും വെജിറ്റേഷൻ, കേരളത്തിൽ കടലിൽ നിന്നുള്ള വെജിറ്റേഷനും കരയേക്കാളും കൂടുതലാണ് എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അതെന്ത് തന്നെയായാലും അതൊരു നിൽക്കട്ടെ. പക്ഷേ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ വലിയ പ്രശ്നമാണ്. നമുക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമായി എടുക്കണം. ഒരു ഭൂപ്രദേശവും വെറുതെ ഇടരുത്. എന്തെങ്കിലും വെച്ചുപിടിപ്പിക്കാനുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്ന്, നമ്മളിവിടെ ഫലവൃക്ഷങ്ങളിൽ ഫലങ്ങളുണ്ടാകുന്നില്ല. ഫലം മുമ്പത്തേതുപോലെ മാവുകൾ കായ്ക്കുകയും പ്ലാവുകൾ കായ്ക്കുകയും ഒന്നും ചെയ്യുന്നില്ല. വളരെ വലിയ ഒരു പ്രതിസന്ധിയാണ്. നമുക്ക് ധാരാളം ഏത് പൂവും കായും കിട്ടുന്ന ധാരാളം സ്പീഷീസ് നമ്മുടെ നാട്ടിലുള്ളതാണ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ കേരളത്തിൽ പണ്ടത്തേതുപോലെ ഈ കായും ഇതൊന്നും കിട്ടുന്നില്ല, ഫലങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളൊരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഈ പരാഗണം നടക്കുന്നില്ല എന്നാണ്. കാരണം തേനീച്ച പണ്ടത്തേതുപോലെ ഇല്ല എന്നുള്ളത്. കേരളത്തിലെ പരിസ്ഥിതിക്ക് പറ്റിയ ഒരു ആഘാത വ്യവസ്ഥയിൽ ഒന്ന് നമുക്കിവിടെ തേനീച്ചകൾ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. തേനീച്ച ഉണ്ടെങ്കിൽ മാത്രമാണ് പരാഗണം നടക്കണം. പരാഗണം നടന്നാൽ മാത്രമേ ശരിക്ക് ഈ പ്ലാവും മാവും ഒക്കെ കായ്ക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യത്തുള്ളൂ. ഈ പരാഗണം നമുക്കിവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പരാഗണ അവസ്ഥയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അതൊരു പരിസ്ഥിതി ആഘാതമാണ്. കാരണം തേനീച്ച വളർത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാന ദൗത്യമാക്കിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് തേനീച്ച നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഈ പല ചാനലുകളുടെയും എല്ലാത്തിൻ്റെയും ഈ ലൈൻ പോകുന്നുണ്ടല്ലോ, അവരുടെ അതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ചാനൽ ഈ തേനീച്ചകളുടെ വഴിമാറി പോകുന്നു എന്നാണ് പറയുന്നത്. തേനീച്ചകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നമുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതൊരു വലിയ വെല്ലുവിളിയാണ്. കേരളം നേരിടുന്ന വെല്ലുവിളിയിൽ ഒരു പ്രധാന വെല്ലുവിളി ഇന്നിവിടുത്തെ മാവും പ്ലാവും ഒന്നും കായ്ക്കുന്നില്ല പഴയതുപോലെ എന്നുള്ളതൊരു വാസ്തവ. ധാരാളം പച്ചപ്പ് കാണുന്നുണ്ട്. ആ പച്ചപ്പിൽ നമുക്ക് ധാരാളം വായു ലഭിക്കുന്നുണ്ട്. നല്ല വായു ശ്വസിക്കാനുള്ള അന്തരീക്ഷം കിട്ടുന്നുണ്ട്. കാണാൻ ഭംഗിയുള്ള മനോഹരമായ പച്ചപ്പുള്ളതുകൊണ്ട് ഒരു മനോഹരമായ ഒരു ഭൂപ്രദേശമായി നമുക്കിത് കയ്യേറി കാണാൻ ചെയ്യാൻ പറ്റുന്നു. പല ആവാസ വ്യവസ്ഥയ്ക്കും അതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് അപകടം വരുന്നുണ്ടെന്നാണ്. ഈ പലപ്പോഴുമായിട്ട് ശാസ്ത്രലോകം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. പൊതുവെ അന്തരീക്ഷത്തിലെ താപനില ഓരോ വർഷവും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ ഈ സാറിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മരങ്ങളെയും അതുപോലെ കൃഷിയോഗ്യമായിട്ടുള്ള മറ്റ് ഫലവൃക്ഷങ്ങളെയൊക്കെ തന്നെ ബാധിക്കാൻ സാധ്യതയില്ലേ? അതെ, ആണ്. അങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കാലം ആവാസവ്യവസ്ഥയ്ക്കുണ്ടായ മാറ്റത്തിന് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. അവരവർക്ക് താമസിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാകുമ്പം ഏത് ജീവജാലങ്ങളും വഴിമാറിപ്പോകും. നമ്മൾ മനുഷ്യനും ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടായ ആ സ്ഥലത്ത് മാറിപ്പോകുമല്ലോ. അതുപോലെ തന്നെ ഏത് ജീവജാലങ്ങളും അവയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടായി അവ മാറിപ്പോകും. അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് തേനീച്ച മാറിയത് നാളെ മറ്റു പലതും സംഭവിക്കും. സംഭവിക്കും. ഇപ്പൊ എത്ര സ്പീഷീസാണ് ഇവിടെ ഉണ്ടായിരുന്നത്, പഴയ സ്പീഷീസ് കാണുന്നില്ല ഇന്ന്. എത്രയോ ജീവജാലങ്ങൾ, എത്രയോ സസ്യവർഗ്ഗങ്ങൾ പണ്ട് ഈ ഭൂമുഖത്തുണ്ടായിരുന്നത് ഇതിവിടെ കാണുന്നുണ്ടോ? കുഞ്ഞുനാളിൽ സൗമ്യ കണ്ടിട്ടുള്ള പല ചെടികളും പല ജീവജാലങ്ങളും നിങ്ങൾ ഇന്ന് കാണുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് മാറിപ്പോയി. അതൊരു യാഥാർത്ഥ്യമാണ്. അത് പരിസ്ഥിതിയുടെ ഒരു സംരക്ഷണത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള വിഷയങ്ങളൊന്നാണ്. നമ്മുടെ ചുറ്റുപാട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത നിലയിലായി മാറിയാൽ നമുക്ക് അത് സഹിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്ന് മാറിപ്പോകും. അതാണ് സംഭവിക്കുക. ആ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറും എന്നുള്ളത് കൊണ്ടാണ് ഏത് നിലയിലും നമ്മുടെ അന്തരീക്ഷം സംരക്ഷിക്കണമെന്നുള്ള സന്ദേശവുമായി പരിസ്ഥിതി ദിനാചരണ പരിപാടി നടക്കുന്നത്. ഓക്കെ സാർ, മാത്രമല്ല നമുക്കിപ്പോൾ ധാരാളം മഴ ലഭിക്കുന്ന ഒരു വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ വളരെയധികം മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പൊതുവേ നമ്മുടെ ജീവിവർഗ്ഗങ്ങൾക്ക്, മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, മഴ ലഭിക്കുന്നത് ദുരന്തമല്ലല്ലോ. മഴ ലഭിക്കുന്നതിന് നമുക്കിവിടെ ലഭിക്കുന്ന മഴയെ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അവസ്ഥ. ഒരു മഴ പെയ്ത് അപ്പോൾ തന്നെ ആ വെള്ളം മുഴുവൻ കുത്തൊലിച്ച് കടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് വെള്ളം തടഞ്ഞു നിർത്താനും മഴയെ വേണ്ട വിധം അതിനെ ചാനലൈസ് ചെയ്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യവസ്ഥ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. മഴ കുറച്ച് ലഭിക്കുന്ന മഴയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ മഴയുടെ ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഈ
ചില സമയങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറം ചില അവസരങ്ങൾ വന്നുപെടുന്ന ഈ വെള്ളപ്പൊക്കവും വരൾച്ചയും ആണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് നാം നമ്മുടെ ബാലൻസ്ഡ് സൊസൈറ്റി ആക്കി നിർത്തുവാൻ വേണ്ടി നമ്മുടെ പ്രവർത്തനം വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് മനുഷ്യൻ തന്നെ വിചാരിച്ചാൽ മഴയില്ലാത്ത സമയത്ത് മഴയെ മാനേജ് ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം അപ്പോൾ ചെയ്തു വെച്ചാൽ മഴ വരുമ്പോൾ മഴക്കാലം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവും. ഓക്കെ, നമുക്കിപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒട്ടേറെ രോഗാതുരമായിട്ടുള്ള അവസ്ഥ, പല പുതിയ രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതുമാണ്. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ തന്നെ പുതിയതായി വരുമ്പോഴും മനുഷ്യനെ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ അത് കൂടുതൽ ബാധിക്കുകയാണ് അല്ലേ, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും. രോഗങ്ങൾ മഴയത്ത് വരുന്നുണ്ട്. മഴ സമയം സാധാരണ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് തന്നെ പ്രത്യേകിച്ച് വാണിംഗ് നൽകാറുണ്ടല്ലോ, ശ്രദ്ധിക്കണം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ. അല്ല, മഴക്കാലത്താണല്ലോ ഈ മലിനീകരണം ഉൾപ്പെടെയുള്ള മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ പെട്ടെന്ന് പടർന്നു പിടിക്കുമെന്ന് പറയാം. ഇപ്പോൾ മഴയത്ത് മാത്രമല്ല വേനലിലും രോഗം പടർന്നു പിടിക്കാറുണ്ട്. ഇന്ന് രോഗം എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന രോഗമല്ലല്ലോ, ഇപ്പോൾ പലതരം പുതിയ രോഗങ്ങളാണ് വരുന്നത്. ഇതുവരെ നാം കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ പുത്തൻ രോഗങ്ങളാണ് ഓരോ ദിവസവും പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രകൃതിയിലുണ്ടായിരിക്കുന്ന മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥയിലുണ്ടായിരിക്കുന്ന പുതിയ ഒരു വെല്ലുവിളിയാണ്. ആഗോളതലത്തിൽ തന്നെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുത്തൻ രോഗങ്ങളാണ് വരുന്നത്. അതിലൂടെ പടർന്നു പിടിക്കുന്ന പല രോഗങ്ങൾക്ക് തന്നെ നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുത്തൻ പേരുകളാണ് കേൾക്കുന്നത്. ഇത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ, അതാണ് എപ്പോഴും പറയുക, നമ്മുടെ ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്, ജീവിതശൈലി, മനുഷ്യൻ്റെ ജീവിതശൈലി അവരവർ തന്നെ ചിട്ടപ്പെടുത്തി വ്യവസ്ഥാപിതമായി ശ്രദ്ധയോടെ ജീവിച്ചാൽ പല രോഗങ്ങളും പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പല രോഗങ്ങളും വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ അനാരോഗ്യപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്ത ജീവിതം നടത്തുക, ഇതൊക്കെയാണ് പലപ്പോഴും പല രോഗമുണ്ടാക്കുക എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഇത് ശ്രദ്ധിച്ച് മനുഷ്യൻ വ്യവസ്ഥാപിതമായി ആവാസ വ്യവസ്ഥ ചിട്ടപ്പെടുത്തി നടത്തിയാൽ പലതും പ്രതിരോധിക്കാനാകും എന്നുള്ളത് സത്യമാണ്. പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് വളരെ ഈ തീരദേശങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ കടലേറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഈ കടലിലെ മത്സ്യസമ്പത്തിൻ്റെ അളവ് കുറയുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രകൃതി ദുരന്തവുമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് നാം ഉണ്ടാക്കുന്ന കോട്ടം അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് നാം ഉണ്ടാക്കുന്ന ആഘാതത്തിൽ നിന്ന് ഉണ്ടാകുന്നത് തന്നെയല്ലേ? അത് കടലിൽ മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നമ്മുടെ നാട് മത്സ്യത്തൊഴിലാളികളോട് നാം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ഇപ്പോൾ വിഷയം അതല്ലെങ്കിലും സ്വാമി ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിൽ ഭരണകൂടം ഒരു പണവും ചിലവാക്കാതെ മത്സ്യബന്ധനം തൊഴിലാക്കി അഭ്യസിച്ച ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. സർക്കാർ ഒരു പണവും ചിലവാക്കാതെ ഒരു വലിയൊരു സ്കിൽ അഭ്യസിച്ച ആളുകളാണ് അവർ. പക്ഷേ ഇവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുവാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് താമസിക്കാൻ നല്ല ഭവനങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ല നിലയിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. പാശ്ചാത്യ നാടുകളിൽ, ഉദാഹരണം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ, ഫിഷർമെൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആദരണീയമായ ഒരു ജോലി പോലെയാണ് ഫിഷർമെൻ എന്ന് പറയുന്നത്. കാരണം അവർക്ക് പ്രത്യേക യൂണിഫോമിൽ പ്രത്യേക രീതിയിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അവർ ആവാസ വ്യവസ്ഥ പ്രത്യേക രീതിയിലാണ്. നമ്മളെ ഇവിടെ ആവാസ വ്യവസ്ഥ ഇപ്പോഴും ദാരിദ്ര്യം പങ്കുവെക്കുന്ന കുടിലുകളിൽ കഴിയുന്ന ഒരു വലിയ ജനസമൂഹമാണ് തീരദേശത്തുള്ളത്. ആ തീരദേശത്തെ ഈ പരിപാലനവും തീരദേശത്തെ ആളുകളുടെ ജീവിതത്തിന് ഉതകുന്ന കർമ്മപരിപാടി ആവിഷ്കരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഈ പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മനുഷ്യത്വപരമായ പ്രവർത്തനമാണ്. ആ ഒരു കാര്യം നിർവഹിക്കുന്നതിൽ നാം ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് ആ രംഗത്ത് വൻ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. അവരെ ഒരുതരം അടിമകളെപ്പോലെ, ഭിക്ഷക്കാരെപ്പോലെ കാണുന്ന ഒരു പൊതു സമീപനമാണ് ഇപ്പോഴും വെച്ച് പുലർത്തുന്നതാണ്. അത് മാറ്റാൻ കഴിയേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഈ അവസരത്തിൽ മത്സ്യത്തൊഴിലാളികളെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയുടെ ദുരവസ്ഥ എന്ന് പറയുന്നത് വളരെ വലിയ ദുരന്തമായി ഇന്ന് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം.
സർ, ഇന്ന് ലോക ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഈ നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് പറയാം? നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് ഈ വർഷം മുതൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു പ്രധാന പരിപാടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണവും പരിപാലനവും എന്നത്. ഒരു മാസക്കാലം പരിസ്ഥിതി മാസമായി ആചരിക്കുകയാണ്. ഇന്ന് ജൂൺ 5 മുതൽ ജൂലൈ 4 വരെ വ്യാപകമായി നേച്ചർ ക്ലബ്ബുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ് നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡിൻ്റെ ലക്ഷ്യം. നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലുള്ള നേച്ചർ ക്ലബ്ബുകളെ, ലോകത്തെമ്പാടുമുള്ള നേച്ചർ ക്ലബ്ബുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായ പിന്തുണ ബുദ്ധിമുട്ടാണ് ലോകം മുഴുവൻ കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ആവശ്യമായ സ്റ്റേഷനറീസും മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുക എന്നുള്ള ദൗത്യം ഈ ഓർഗനൈസേഷൻ നിർവഹിച്ചു വരുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നത് 21 രാജ്യങ്ങളിൽ ഈ നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് എന്ന ഓർഗനൈസേഷൻ സജീവമാണ്. നമ്മുടെ നാട്ടിലും സജീവമാണ്. എല്ലാ നേച്ചർ ക്ലബ്ബുകളുടെയും പ്രവർത്തനത്തിന് ഒരു പൊതു സ്വഭാവം ഉണ്ടാക്കുവാനും ആ നേച്ചർ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാന ദൗത്യങ്ങൾ. സ്കൂളുകൾ തോറും കോളേജുകൾ തോറും നമ്മുടെ ഏതെല്ലാം കേന്ദ്രങ്ങളുണ്ട്, ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട്, എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേച്ചർ ക്ലബ്ബുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഒരാളിനെ ഒഴിവാക്കരുതെന്നുള്ളതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നേച്ചർ ക്ലബ്ബുകൾ. അവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല. എല്ലാ ആൾക്കാരും, കാരണം പാരിസ്ഥിതികമായ അപകടം വരുന്നത് ജാതിയും മതവും രാഷ്ട്രീയം നോക്കിയല്ല, എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ്. എല്ലാവർക്കും പങ്കാളിത്തം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ്. എല്ലാ ഇടങ്ങളിലും നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് എന്ന ഓർഗനൈസേഷൻ്റെ ക്ലബ്ബുകൾ രൂപീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാന ദൗത്യമാണ്. ഈ പശ്ചിമഘട്ട മേഖലയിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇന്ന് അതിന് തുടക്കം കുറിച്ചു. വ്യാപകമായുള്ള പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ഇന്ന് തുടക്കം കുറിച്ചു. പല സ്കൂളുകളിലും കോളേജുകളിലും പല സ്ഥാപനങ്ങളിലും ഇതിൻ്റെ ഭാഗമായി പരിസ്ഥിതി ദിനാചരണ പരിപാടി നടക്കുകയുണ്ടായി. നാളെയും മറ്റന്നാളും ഈ മാസം കുറേ അധികം പരിപാടികൾ എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. അതിന് പറ്റുന്ന ബോധവൽക്കരണത്തിന് ഉതകുന്ന എന്തൊക്കെ പരിപാടികൾ, കലാപരിപാടികളാണ് കലാപരിപാടികൾ, മറ്റ് സാംസ്കാരിക പരിപാടികൾ, മറ്റ് വിഷ്വൽ എയ്ഡ്സിൻ്റെ പ്രദർശനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ക്യാമ്പയിൻ പ്രോഗ്രാമാണ് ലക്ഷ്യമിടുന്നത്. മുഴുവൻ ആളുകളെയും പരിസ്ഥിതി കാര്യങ്ങളിൽ ബോധമുള്ളവരാക്കി മാറ്റുവാനുള്ള ഒരു എളിയ ശ്രമമാണ് നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് നടത്തുന്നത്. ഈ നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡിൻ്റെ പ്രവർത്തനം ഒരു സമ്പൂർണ്ണ വിജയമാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ്. കാരണം മുഴുവൻ ആളുകളും, ഒരാൾ പോലും ഇതിൽ സഹകരിക്കാതെ മാറി നിൽക്കുക. എല്ലാ ആൾക്കാരും ഈ ഓർഗനൈസേഷൻ സഹകരിക്കണമെന്ന് മാത്രമല്ല, അതിൽ സഹകരിക്കണമെന്നല്ല പറയുന്നത്. ഈ മൂവ്മെൻറ്റ് പ്രകൃതി സംരക്ഷണ പരിസ്ഥിതി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുവാനും ചിന്തിക്കുവാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ എത്തണം. കാരണം മനുഷ്യൻ തന്നെയാണല്ലോ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. ആ മനുഷ്യൻ്റെ ചിന്ത അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയണമെങ്കിൽ അതിനൊരു പ്രധാന ഇടപെടലുണ്ടായേ പറ്റൂ. അവരവരുടെ മനസ്സിൽ ഉണ്ടാകണം മാറ്റം, അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സിലല്ല ഉണ്ടാകേണ്ടത്. നാം എൻ്റെ നാടിനെ, എൻ്റെ ഭാവി, എൻ്റെ തലമുറയെ, എൻ്റെ ഭൂമിയെ സംരക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് ഒരാളിന് തോന്നിയാൽ ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്ന അപകടം എൻ്റെ തലമുറകളെപ്പോലും നശിപ്പിക്കും, വംശനാശം സംഭവിക്കും എന്ന ബോധം ഓരോ വ്യക്തിയിലും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈ പരിസ്ഥിതി ആചരണ പരിപാടിയിൽ നാം ലക്ഷ്യമിടുന്നത്. കാരണം ഓരോരുത്തരും അവരവർ തന്നാലായത് എന്ത് ചെയ്യാൻ പറ്റും, പ്രകൃതിയെ സംരക്ഷിക്കാൻ, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ, നമ്മുടെ ചുറ്റുപാടുകൾ സംരക്ഷിക്കുവാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരവർ സ്വയം തീരുമാനിക്കുക. ഓരോരുത്തരും അവരവരുടെ പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ് പ്രകൃതി സംരക്ഷണ കാര്യത്തിന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു പ്രോത്സാഹന പ്രസ്ഥാനമാണ് നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഈ അന്താരാഷ്ട്ര സംഘടന. എല്ലാ തലമുറയിലുള്ള ആൾക്കാരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു എല്ലാ തലമുറയിലെ ആളുകളും സംസാരിക്കാൻ തുടങ്ങുന്ന കുഞ്ഞു മുതൽ നാളെ അല്ലെങ്കിൽ ഇന്ന് മരണശൈലിയിലേക്ക് എത്തുന്ന ആൾ വരെ എല്ലാ ആളുകളും, എല്ലാ ഹ്യൂമൻ ബീങ്സാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. മറ്റ് ജീവജാലങ്ങളല്ല. മറ്റൊരു ജീവജാലം, ഒരു കുറുനരിയും ഒരു സിംഹവും ഒരാനയും നമ്മുടെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഈ പാരിസ്ഥിതിക അവസ്ഥ ഉണ്ടാക്കുന്ന മുഴുവൻ മനുഷ്യരാണ്. ഏറ്റവും ക്രൂരമായ ജന്തു എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് അവരവർ ജീവിക്കുന്ന സമൂഹത്തെ, നാടിനെ സംരക്ഷിച്ച് നിർത്തുവാൻ കഴിയുന്ന ഒരു ബോധം വളർത്തുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയെ നമുക്ക് വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ മരുവൽക്കരണത്തിൽ നിന്ന് രക്ഷ നേടാൻ പുനർജനിപ്പിക്കുക മരുവൽക്കരണം എന്ന് പറയുന്നത് പുനർജനിപ്പിക്കുക എന്നുള്ളത്, പുനർജനിപ്പിക്കുവാൻ വേണ്ടിയുള്ള അത്യധ്വാനം അതൊരു പ്രധാന ജോലിയാണ്. ഈ ഒരു തലമുറ ഈ ഒരു ജോലി ചെയ്താൽ മതി, അടുത്ത തലമുറയ്ക്ക് സുഖകരമായി ജീവിക്കാൻ പറ്റും. ഒരു തലമുറ പല തലമുറകൾ നശിപ്പിച്ചതാണ് ഇപ്പോൾ പുനർജനിപ്പിക്കണമെന്ന് നാം പറയുന്നത്. ഭൂമിയെ കൈകാര്യം ചെയ്ത് നശിപ്പിച്ച ഒരു ദുരവസ്ഥയിൽ നിന്ന് ഭൂമിയെ പുനർജനിപ്പിക്കാനുള്ള ഒരു വലിയ കർമ്മപരിപാടിയിലേക്ക് ഇപ്പം നമുക്ക് കിടക്കണം. അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനം, ഒരു ലക്ഷ്യബോധത്തോടുകൂടിയുള്ള ഒരു സമീപനം ആവശ്യമാണല്ലോ, പ്രവർത്തനം വേണമെന്നുള്ളതാണ്. അതായത് തുടർന്ന് കൊണ്ടുപോകുന്ന രീതിയിൽ, അതായത് ഒരു ദിവസം അല്ലെങ്കിൽ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന ഈ ഒരു ദിവസത്തേക്ക് മാത്രമല്ല, അതുകൊണ്ടാണ് ഒരു ദിവസത്തെ ആചരണമല്ല, ഒരു മാസത്തെ ബോധവൽക്കരണ പരിസ്ഥിതി മാസമായി നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് ഈ പ്രോഗ്രാം തീരുമാനിച്ചത്. നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡിൻ്റെ ഒരു ഇതാണ് ഈ സാധനം, ഒരു കാരണം ഇതാണ് അതിൻ്റെ ഒരു ആമയാണ് ഇതിൻ്റെ ഒരു എംബ്ലം എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ജന്തു എന്ന് പറയുന്നത് ടർട്ടയിലാണ്, ആമയാണല്ലോ, അറിയാലോ. അതാണ് ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിൽ ഗൗരവപൂർവമായ ഒരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഭാവം ഉണ്ടായാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. അതെ സാർ, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കടലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ജീവിവർഗങ്ങൾ ഇപ്പോൾ നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കടലിലേക്ക് ഒഴുക്കിയിടുന്ന മാലിന്യങ്ങളുടെ എണ്ണം പറഞ്ഞതിനാണ് പ്രധാന വിഷയം. കടലിലേക്ക് അശാസ്ത്രീയമായി യാതൊരു ലക്കും ലഗാനുമില്ലാതെ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നു എന്നുള്ളതാണ്. അത് ഫാക്ടറികളിൽ നിന്ന് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നു. അതുപോലെ പരീക്ഷണങ്ങൾ നടത്തുന്നു. പല രാജ്യങ്ങളും കടലിൽ പരീക്ഷണം നടത്തുന്നു. ഈവൻ ഈ മുൻപ് കേട്ടിട്ടുണ്ട്, വലിയ ആയുധങ്ങളുടെ വലിയ ബോംബിങ് പോലുള്ള കാര്യങ്ങൾ പോലും കടലിൽ നടത്തുന്നു, കടലിനടിയിൽ. ഇത്തരത്തിൽ അപകടകരമായ ധാരാളം അവസ്ഥ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഈ കടലിനെ നാം നശിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ ഇപ്പോഴും പഴയതുപോലെ ഈ കടൽ മത്സ്യം പോലും ഈ പല അപകടകരമായ അവസ്ഥയിലുള്ള മത്സ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു, വിഷാംശമുള്ള മത്സ്യമുണ്ടെന്നല്ലേ പറയുന്നത്. മത്സ്യസമ്പത്തിൻ്റെ അളവും കുറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ പല രീതിയിലാണ് തിരിച്ച് നമ്മളിലേക്ക് എത്തുന്നത്. അതിനൊരു ഉദാഹരണമാണ് ശരിക്കും ഈ ഭക്ഷ്യസുരക്ഷയിൽ വന്നിട്ടുള്ള തകരാറുകൾ. പ്രത്യേകിച്ച് നമ്മുടെ ഉൽപ്പാദനം കുറയുക, അല്ലെങ്കിൽ വിളയ്ക്ക് പ്രത്യേകിച്ച് രോഗങ്ങൾ, അതായത് അതുവരെ ഇല്ലാത്ത പല രോഗങ്ങളും പിടിപെടുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ടുകൂടിയല്ലേ വരുന്നത്. ആണ് ഞാൻ പറഞ്ഞതല്ല, നാം തന്നെ നശിപ്പിച്ച നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങളാണ് നാം പങ്കുവയ്ക്കുന്നത്. ഇത് വീണ്ടെടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ തീമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുനർജനിപ്പിക്കുക എന്ന് പറയുന്നത്, ഭൂമിയെ പുനർജനിപ്പിക്കുക എന്ന് പറയുന്നത് നാം തന്നെ വരുത്തിവെച്ച വിനയാണല്ലോ നാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പ്രധാനം. അതൊരു പ്രധാന വിഷയമാണ്. കാരണം പ്രകൃതിപരമായ ദുരന്തം എന്ന് പറയുന്നത് ഈ ഭക്ഷ്യ വിഭവങ്ങളിൽ മാത്രമല്ല, നല്ല വെള്ളം കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയായില്ലേ, നല്ല വായു ശ്വസിക്കാൻ കിട്ടുന്നില്ല. ഈ നല്ല വായു ശ്വസിക്കാൻ കിട്ടാത്തത് കൊണ്ട് ഓക്സിജൻ മാസ്കുകൾ ഇപ്പോൾ വെച്ച് നടക്കുന്നുണ്ട് പല നമ്മുടെ സംസ്ഥാനങ്ങളിലും പല നഗരങ്ങളിലും. ഇപ്പോൾ മുംബൈ, ഡൽഹിയിൽ ഉള്ള ദുരവസ്ഥ അറിയാം. ഡൽഹിയിലിപ്പോൾ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് വെച്ചാൽ അവിടെ ഡസ്റ്റാണ്, പൊടിയാണ്. പൊടി വല്ലാണ്ട് കൂടിയിരിക്കുന്നു. പൊടി ഒരു ഭൂപ്രദേശത്ത് അധികമായാൽ ഏത് സമയവും ഭൂചലനം ഉണ്ടാകാമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ചൂടും വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കൂടുകയും അവിടെ പൊടി അന്തരീക്ഷം വല്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് നിയന്ത്രിക്കാൻ നമ്മുടെ ഭരണകൂടം എത്ര കണ്ട് ശ്രമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠയുള്ള ഒന്നാണ്. കാരണം മെക്സിക്കോയിൽ ഇതേപോലെ ഒരവസ്ഥ ഉണ്ടായി. പണ്ട് ഒരു 10 അടി അകലെ നിൽക്കുന്ന ആളുകളെ നേരിട്ട് കാണാൻ പറ്റത്തില്ല നഗ്നമായ കണ്ണുകൾ കൊണ്ട്. ഇതുപോലെ പൊടിപടലങ്ങൾ കൂടിയപ്പോൾ അന്ന് ലോകത്തെ ഭൗമശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു മെക്സിക്കോയിൽ ഭൂചലനം ഉണ്ടാവുമെന്ന്. പക്ഷേ നമ്മുടെ അന്നത്തെ മെക്സിക്കോയിലെ ഭരണാധികാരികൾ ഇത് വലിയ ഗൗരവപൂർവ്വം കണ്ടില്ല. പക്ഷേ മെക്സിക്കോ പിന്നീട് ഒരു വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഭൂചലനം, ഭയങ്കരമായ ഭൂചലനം, മെക്സിക്കോ തകരുന്ന നിലയിലുള്ള ഭൂചലനം ഉണ്ടായി. അങ്ങനെ ഒന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഡൽഹിയിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പൊടി എന്ന് പറയുന്നത്, ഡസ്റ്റ് എന്ന് പറയുന്നത് വളരെ സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അവിടെ ഡൽഹിയിൽ ആളുകൾ ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ച് നടക്കേണ്ടുന്ന അവസ്ഥയാണ്. ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്നു. ഈ മുംബൈയിൽ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്നു. തിരുവനന്തപുരത്ത് ഒഴിച്ചിപ്പോൾ തിരുവനന്തപുരത്തും ചിലപ്പോൾ ആ നിലയിലേക്കുള്ള അവസ്ഥ എത്താൻ സാധ്യതയുണ്ട്. കൊച്ചിയിലൊക്കെ ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്ന സ്വഭാവം വന്നു തുടങ്ങിയിട്ടുണ്ട്.
കാരണം നല്ല വായു ശ്വസിക്കാൻ കിട്ടാത്ത അവസ്ഥ, പ്രകൃതിദത്തമായ നല്ല വായു, നമ്മുടെ ജന്മാവകാശമായ നല്ല വായു ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, നല്ല വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇത് വളരെ അപകടകരമാണ്. നമ്മുടെ ജന്മാവകാശമാണ് നല്ല വെള്ളം കുടിക്കുവാനും നല്ല വായു ശ്വസിക്കാനുള്ള അവകാശം, ജന്മാവകാശമാണ്. ആ അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, നാം തന്നെ നശിപ്പിച്ചിരിക്കുന്നു. ആ അവസ്ഥ വീണ്ടെടുക്കുക എന്ന് പറയുന്നതാണ് പൗരസമൂഹത്തിൽപ്പെട്ട ഓരോ ആളുകളുടെയും പ്രാഥമികമായ ജോലി. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ നാട് സംരക്ഷിക്കാൻ, നല്ല വെള്ളം കുടിക്കുവാനും നല്ല വായു ശ്വസിക്കാനുള്ള അവകാശം വരും തലമുറയ്ക്ക് കൈമാറുവാനുള്ള സാമാന്യ ഉത്തരവാദിത്വം നാം കാണിക്കണമെന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് സാർവത്രികമായി നേച്ചർ ക്ലബ്ബുകൾ സംഘടിപ്പിച്ച് നടത്തുന്നത്. മലിനീകരണത്തെ നമ്മളൊരു ചെറിയ വിഷയമായിട്ട് കാണുകയല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് മുന്നോട്ട് വച്ചിരിക്കുന്ന പല ആശയങ്ങളും നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ പ്രാവർത്തികമാക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ സാർ? ഇവിടെ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലുമുള്ള മലിനീകരണത്തിൻ്റെ തോത് കണ്ടു കഴിഞ്ഞാൽ മലിനീകരണ നിയന്ത്രണം പോലും അത് വളരെ മലിനീകരണ നിയന്ത്രണം എന്ന് പറയുന്നത് മലിനീകരണത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ആ മലിനീകരണ നിയന്ത്രണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ പോലും ആ മലിനീകരണ നിയന്ത്രണം എന്ന് പറയുന്ന സംവിധാനം മാനേജ് ചെയ്യുന്നത് ഭരണകൂടത്തിൻ്റെ അവസ്ഥയിൽ പലപ്പോഴും അതിൻ്റെ പേരിൽ പോലും ആരോപണങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്, ആക്ഷേപങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. കാരണം മലിനീകരണം നിയന്ത്രിക്കുന്നതിന് പകരം അവിടെ കിഴിവുകൾ നൽകി മലിനപ്പെടുത്തുന്ന സംവിധാനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന പിൻവാതിൽ നടപടികൾ പലരും പാലിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ തന്നെ ഏറ്റവും വലിയ ക്രൂരമായ ദ്രോഹമാണ്, മനുഷ്യ സമൂഹത്തോടും ഈ പ്രകൃതിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. മലിനീകരണ അവസ്ഥ ഉണ്ടാക്കുന്ന ഏത് സംവിധാനത്തിനെയും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അനുവദിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ക്രൂരമായ ഒരവസ്ഥയാണ്. മനുഷ്യ സമുദായത്തെ കൊല്ലുന്നതിന് സമമാണ്. ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയാൻ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ ദിനാചരണത്തിലെങ്കിലും ചിന്തിക്കാൻ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണക്കാരല്ല ഇതൊന്നും. പലരും തന്നെ ഈ രംഗങ്ങളിൽ നാം കാണുന്നത് വളരെ അപകടകരമായ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത് സാധാരണക്കാരായ മനുഷ്യരല്ല എന്നോർക്കണം. ഇവിടെയൊക്കെ തന്നെ അസാധാരണമായ സമ്പത്ത് കൂട്ടുവാനുള്ള വ്യഗ്രത കൊണ്ട് പലരും കാണിക്കുന്ന ദുഷ്പ്രവൃത്തികളാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ചില കടമകൾ നിർവഹിക്കാനുണ്ടല്ലോ സാർ. അത് ഈ സമ്പത്ത് ഉണ്ടാക്കുന്നവർക്കും അപകടം മറ്റുള്ളവർക്കുണ്ടാകുന്നത് പോലെ തന്നെ വരുമെന്ന് സമ്പത്ത് ഉണ്ടാക്കുന്നവർ അറിയുന്നില്ല. പ്രകൃതി ദുരന്തമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാവരെയും ബാധിക്കും. ആ ബാധിക്കുന്നത് താൻ വരുത്തി വെക്കുന്നതിൻ്റെ പിന്നെ താൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള അവസ്ഥ കൂടി പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന വ്യക്തികൾ ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ബോധം നാടൻപാട് നേച്ചർ ക്ലബ്ബുകൾ ഉണ്ടാക്കുമ്പോൾ നേച്ചർ ക്ലബ്ബുകളിലൂടെ ജനങ്ങളിടയിൽ എത്തിക്കുക എന്നുള്ളതാണ് നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡിൻ്റെ ലക്ഷ്യം. ഓക്കെ, നമ്മുടെ വികസിച്ചു വരുന്ന ഓരോ രാജ്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അതൊരു അവശ്യ ഘടകമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഇതിനൊരു ബദൽ സംവിധാനം, വളരെ ശാസ്ത്രീയമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ളൊരു ബദൽ സംവിധാനം കൂടുതൽ ശക്തമായിട്ട് വരേണ്ടതിൻ്റെ ഒരു പ്രാധാന്യവും കൂടി ഉണ്ടല്ലോ നമുക്ക് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്. അത് മറ്റ് രാജ്യങ്ങളിൽ ഈ വേസ്റ്റിൽ നിന്ന് എനർജി കണ്ടെത്തുന്ന ടെക്നോളജി ഇന്ന് ലോകത്തുള്ളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ വാസ്തവത്തിൽ മറ്റു പലയിടങ്ങളെക്കാളും വളരെ വലിയൊരു അവസരമുള്ളത് ആവശ്യം പോലെ സൗരോർജ്ജം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സൗരോർജ്ജം ടാപ്പ് ചെയ്യാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സൗരോർജ്ജം ഇപ്പോൾ 1050 മെഗാവാട്ട് സൗരോർജ്ജം മാത്രമാണ് കേരളത്തിൽ ഇതിനകം നമ്മൾ സൗരോർജ്ജ മേഖല ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ നമുക്ക് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും ലഭ്യമാക്കാൻ കഴിയുന്ന ഊർജ്ജം സൗരോർജ്ജത്തിലൂടെ ഇവിടെ കിട്ടും. കേരളത്തിൽ കിട്ടുന്ന അത്ര സൂര്യതാപം മറ്റിടങ്ങളില്ല. ആ സൂര്യതാപം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഊർജ്ജ പ്രതിസന്ധി ഒക്കെ പരിഹരിക്കാൻ പറ്റും. എല്ലാ ഊർജ്ജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പറ്റും. ഊർജ്ജത്തിന് ആവശ്യമായ എല്ലാ വഴികളും കണ്ടെത്താൻ ഈ സൗരോർജ്ജം നമുക്ക് ധാരാളമായി മതി. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് കൺവേർട്ട് ചെയ്ത് എനർജി ആക്കി മാറ്റാൻ പോലും ഈ സൗരോർജ്ജം കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. അതിൽ നിന്ന് എനർജി ആക്കി മാറ്റുന്നതും ഇതെല്ലാം തന്നെ സൗരോർജ്ജം. നമുക്കിവിടെ പ്രകൃതിദത്തമായുള്ള വേറെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ നമ്മൾ വേണ്ട വിധത്തിലൊരു
ഫോക്കസ്ഡ് പ്രോഗ്രാം നമുക്ക് ഇനിയും ആവിഷ്കരിക്കാൻ പറ്റിയിട്ടില്ല, ആവിഷ്കരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരിലും തന്നെ ഈ സന്ദേശം എത്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, ഇത് പ്രായോഗികമായി നടപ്പിലാക്കുക എന്നുള്ളത് കൂടി കൂടുതൽ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം കൂടിയാണ്, അല്ലേ? അത് പ്രായോഗികം നടപ്പിലാക്കാതെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ലല്ലോ. നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുകയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തില്ലെങ്കിൽ വെറുതെ നാം ഇങ്ങനെ തെരുവിൽ നിന്ന് സംസാരിച്ചു പോകുന്ന ഒരു വിഷയം മാത്രമായി മാറിപ്പോകും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിൻ്റെ സമയം ഇവിടെ കഴിയുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു ദിനത്തിൽ എന്തെങ്കിലും സാറിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം കൂടിയാണ്. ഓരോരുത്തരും അവർക്ക് ചുറ്റുമുള്ള ആളുകളെ പങ്കാളികളാക്കിക്കൊണ്ടുണ്ട്. ഭവനത്തിലായാലും ചുറ്റുപാടിലായാലും ഒരു നേച്ചർ ക്ലബ്ബ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരും നേച്ചർ ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ഒരു ക്യാപ്റ്റൻ നേച്ചർ ക്ലബ്ബ്, വൈസ് ക്യാപ്റ്റൻ നേച്ചർ ക്ലബ്ബ് എന്ന പേരിൽ ഒരു ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അതിനെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിൽ സ്റ്റേഷനറീസൊക്കെ നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് തരുന്നതാണ്. അതൊക്കെ കൈകാര്യം ചെയ്യണം. അതിന് ഫിനാൻസ് മാനേജറും വേണം. എല്ലായിടത്തും ഇത്ര അംഗസംഖ്യ വേണമെന്നൊരു നിർബന്ധമില്ല. 5 പേരായാലും 10 പേരായാലും 100 പേരായാലും 1000 പേരായാലും 10000 പേരായാലും ഓരോ നേച്ചർ ക്ലബ്ബുകൾ എല്ലാവരും രൂപീകരിക്കുക. എല്ലാ ഭവനങ്ങളിലും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ നാട്ടിൻപുറങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും നേച്ചർ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് കാലത്തിൻ്റെ ഈ ദൗത്യം ഏറ്റെടുക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. നേച്ചർ ക്ലബ്ബ് രൂപീകരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നാളേക്ക് വേണ്ടി നാം ചെയ്യുന്ന ഇന്നത്തെ കരുതലാണ് നേച്ചർ ക്ലബ്ബ്. ഇന്നത്തെ കരുതലാണ് നേച്ചർ ക്ലബ്ബ്. നാം പണം ബാങ്കിൽ സൂക്ഷിക്കുന്നത് മാത്രമല്ല, നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയുള്ള കരുതലാണ് നേച്ചർ ക്ലബ്ബ്. ആ നേച്ചർ ക്ലബിൻ്റെ ദൗത്യം ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ സർ, സാമൂഹ്യ പാഠത്തിൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതിന്. ഇന്നത്തെ സാമൂഹ്യ പാഠം പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.